ത്രിയേക ദൈവത്തിൻ്റെ വലിയ തിരുനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. പരിശുദ്ധമായ വലിയ നോമ്പിലേക്ക് നമ്മളെല്ലാവരും പ്രവേശിച്ചിരിക്കുകയാണല്ലോ. നമ്മുടെ ആത്മാവിനെ ദൈവത്തിങ്കിലേക്ക് തിരിക്കുവാനും ജീവിതത്തെ പുനഃക്രമീകരിക്കുവാനും പരിശുദ്ധ സഭ നമുക്ക് നൽകുന്ന വിലപ്പെട്ട സമയമാണ് ഇത്. നോമ്പെന്നത് കേവലം ആഹാരം ഉപേക്ഷിക്കൽ മാത്രമല്ല, അതൊരു മടക്കയാത്ര കൂടിയാണ്. സൃഷ്ടാവിലേക്ക്, സ്നേഹത്തിൻ്റെ ഉറവിടമായ ദൈവത്തിങ്കിലേക്ക് നമ്മുടെ ഹൃദയങ്ങളിൽ ദൈവത്തിൻ്റെ ഇടപെടലുകൾ അനുഭവിക്കുവാൻ തക്കവണ്ണം ഈ നോമ്പുകാലം നമുക്ക് പ്രയോജനപ്പെടുത്താം. ഈ നോമ്പുകാലത്ത് 3 കാര്യങ്ങളിലാണ് നമ്മൾ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടത്. ഒന്നാമതായി പ്രാർത്ഥനയാണ്. നമ്മുടെ തിരക്കേറിയ ജീവിതത്തിൽ ദൈവവുമായി സംസാരിക്കുവാൻ സമയം കണ്ടെത്തുവാൻ നമ്മൾക്ക് കഴിയുന്നുണ്ടോ? ഹൃദയം തുറന്നുള്ള പ്രാർത്ഥനയിലൂടെ ദൈവഹിതം എന്തെന്ന് തിരിച്ചറിയാൻ നമുക്ക് സാധിക്കണം. രണ്ടാമത് ഉപവാസമാണ്. ശരീരത്തിൻ്റെ ആഗ്രഹങ്ങളെ നിയന്ത്രിച്ചും കൊണ്ട് ആത്മാവിനെ ശക്തിപ്പെടുത്തുന്നതാണ് ഉപവാസം. ദേഷ്യം, വിദ്വേഷം, പരദൂഷണം തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഉപേക്ഷിക്കുമ്പോഴാണ് നമ്മുടെ ഉപവാസം പൂർണ്ണമാകുന്നത്. മൂന്നാമത് ദാനധർമ്മങ്ങളാണ്. സഹോദരൻ്റെ വിശപ്പും വേദനയും തിരിച്ചറിയുക എന്നതാണ് നോമ്പിൻ്റെ കാതലായ ഭാഗം എന്ന് പറയുന്നത്. നമ്മൾ ഒഴിവാക്കുന്ന ആഹാരമോ പണമോ അർഹതപ്പെട്ടവരിലേക്ക് എത്തിക്കുവാൻ നമ്മൾക്ക് ശ്രദ്ധിക്കണം. അപ്പോൾ നമ്മുടെ നോമ്പ് കൂടുതൽ വിശുദ്ധമാകാം. പരിശുദ്ധ വേദപുസ്തകം നമ്മെ ഓർമ്മിപ്പിക്കുന്നത് നമ്മുടെ ഹൃദയങ്ങളാണ് കീറേണ്ടത്, വസ്ത്രങ്ങളല്ല എന്നുള്ളതാണ്. ആന്തരികമായ ഒരു മാറ്റമാണ് ഈ നോമ്പ് നമ്മിൽ നിന്ന് ആവശ്യപ്പെടുന്നത്. ക്രിസ്തുവിൻ്റെ കഷ്ടാനുഭവങ്ങളെ ധ്യാനിച്ചുകൊണ്ട് അവൻ്റെ ഉത്ഥാനത്തിൻ്റെ മഹത്വത്തിലേക്ക് ഒരുങ്ങുവാൻ തക്കവണ്ണം ഈ 50 ദിനങ്ങൾ നമ്മൾക്കെല്ലാവർക്കും തുണയാകണം. കർത്താവിനെ എല്ലാ കാര്യങ്ങളിലും ഓർത്തും കൊണ്ട് അവനോട് ചേർന്ന് നടക്കാൻ നമ്മൾക്കും പരിശ്രമിക്കാം. ഈ വലിയ നോമ്പ് നമ്മുടെ കുടുംബങ്ങളിലും വ്യക്തി ജീവിതങ്ങളിലും വലിയ ആത്മീയ ഉണർവ് ഉണ്ടാക്കട്ടെ. എല്ലാവർക്കുമായി പ്രാർത്ഥിക്കുന്നു. എല്ലാവരെയും ദൈവം തമ്പുരാൻ അനുഗ്രഹിക്കട്ടെ. എല്ലാവർക്കും അനുഗ്രഹീതമായ ഒരു നോമ്പുകാലം ആശംസിക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.